ഹായ് ഗൈസ്. അപ്പം ഞങ്ങളിന്ന് വന്നിരിക്കുന്ന നിങ്ങളെ പരിചയപ്പെടുത്താൻ ഒരു അടിപൊളി സ്ഥലത്തേക്കാണ്. എവിടെയാ? ഞങ്ങളുടെ ട്രിവാൻഡ്രം പൂവാറുള്ള ഗോഗോലാൻഡ് റിസോർട്ടാണ്. സംഭവം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് നമുക്ക് നല്ല രീതിയിൽ ഒരു ഫാമിലിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ലോ ബഡ്ജറ്റിൽ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു റിസോർട്ടാണ്. പാർക്കുണ്ട്, പൂളുണ്ട്, അങ്ങനെ എല്ലാം വെറൈറ്റി ആയിട്ടുള്ള എല്ലാ ഗെയിംസും ഉണ്ട്. അപ്പോൾ ഒരു നോർമൽ ഫാമിലിക്ക് പോലും നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു സ്പോട്ടാണ് നമ്മുടെ ഗോഗോലാൻഡ് പൂവാറാണ്. ഞാൻ ഇതിന് താഴെ ഞങ്ങൾ അതിൻ്റെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ ഗോഗോലാൻഡിലോട്ട് പോകാം. ശരിക്കും ഇതൊരു പാക്കേജാണ്. നമുക്ക് ഡേ ഒരു ചില്ല് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് കേട്ടോ. 950 ആണ് അഡൽട്ടിന്, 6 to 10 ഇയേഴ്സിലുള്ളവർക്ക് 750, 6 വയസ്സിന് താഴെ ഉള്ളവർക്ക് ഫ്രീയുമാണ്. ഇതിൽ ഫുഡ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് നമുക്ക് അവിടെ ബോട്ടിലാണ് ആദ്യം പോകേണ്ടത്. അപ്പോൾ ബോട്ടിലാണ് നമ്മൾ അവിടെ എത്തേണ്ടത്. നമ്മൾ ആദ്യം ഇവിടുന്ന് അവിടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെ ബോട്ടിൽ അവിടെയാണ് ബോട്ടിങ്. ബാക്കിയൊക്കെ നിങ്ങളവിടെ കാണിച്ചത്. അപ്പോൾ ഞങ്ങളൊരു കൂട്ടമായിട്ടാണ് പോണത്. ഞങ്ങൾക്ക് ബാക്കി അവിടെ ചെന്ന് കാണിച്ചു തരാം. അവിടെ കുറേ ആൾക്കാർ ഇരിപ്പുണ്ട്. അപ്പോൾ ബോട്ട് ഇപ്പോൾ വരും. നമ്മുടെ അത് എത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് ബോട്ട് വന്നതിന് നമ്മുടെ കുറച്ച് ആളുകൾ കൂടെ ഫാമിലിയിലുള്ള ആളുകളൊന്നും വരാറുണ്ട്. അവരിവിടെ വന്നിട്ട് ബോട്ട് എത്തിയതിന് ശേഷമാണ് നമ്മളവിടെ എത്തുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ നമ്മുടെ ഫാമിലിയിലുള്ള ഞങ്ങൾ ടോട്ടൽ 25 പേരുണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വന്നവർ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു സ്പോട്ടുണ്ട്. അവിടെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ബോട്ടിൽ ബോട്ട് ഇറങ്ങിയതിന് ശേഷം പിന്നെ കുറച്ചും കൂടെ നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ആദ്യം ഞങ്ങൾ കുട്ടികളായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ബാക്കിയുള്ളവരൊക്കെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു ബോട്ടേ ഉള്ളൂ. അപ്പോൾ അവർ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ആദ്യം പോയി അവിടെ വെയിറ്റ് ചെയ്യാണ്. വെയിറ്റ് ചെയ്തിട്ട് ആദ്യം നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കണം. ഗൈസ്, ഞങ്ങളിവിടെ ഗോഗോലാൻഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ അവിടെ ഡ്രസ്സ് വെക്കാനായിട്ട് നമ്മൾ റൂം എടുക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമ്മൾക്ക് റൂം എടുക്കണമെങ്കിൽ എടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാഷ്റൂം ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്നൊരു വെൽക്കം ഡ്രിങ്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം വരുന്ന ഏരിയ ആണിത്. അപ്പോൾ ഇവിടെ കുട്ടികൾക്കുള്ള ഒത്തിരി റൈഡ്സും കാര്യങ്ങളും ഉണ്ട്. പിന്നെ പൂളുണ്ട്. അപ്പോൾ എല്ലാം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 9:30 ആകുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി സത്യം പറഞ്ഞാൽ ഇത് നമ്മളെ വലിയവരും കാട്ടി കുട്ടികൾക്കാണ് കൂടുതൽ എന്റർടൈൻമെന്റ് ഉള്ളത്. എന്റർടൈൻമെന്റ് ബഡ്ജറ്റ് ലോ ബഡ്ജറ്റുമാണ്. എന്റർടൈൻമെന്റ് ഇതായിട്ടുള്ള കുട്ടികൾക്കുള്ള ഇതുണ്ട്. അപ്പോൾ കുട്ടികൾ മാക്സിമം എൻജോയ് ചെയ്യും. യെസ്. അപ്പം നമുക്ക് ബാക്കി ഓരോ റൈഡ്സിലുമായിട്ട് പോയിട്ട് കാണാം.
പിന്നെ ഉച്ചയ്ക്ക് 1 മണിയായപ്പോൾ കറക്റ്റ് ലഞ്ചിൻ്റെ ടൈമിൽ ഞങ്ങൾ അവിടുത്തെ റെസ്റ്റോറൻറ്റിലേക്ക് എത്തി. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും വെജുണ്ട്, നോൺ വെജ് ഉണ്ട്, പിന്നെ അതുകൂടാതെ നമുക്കൊരു ഡെസേർട്ടും കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഇനി ബാക്കി ഞങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങളിതാ പോവുകയാണ്. അപ്പോൾ ഭയങ്കര അടിപൊളിയായിരുന്നു, കുഴപ്പമില്ല, എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്നതാണ്. ഓക്കെ, ശരിക്കും മുതിർന്നവരെക്കാളും ഏറ്റവും അധികം കൊച്ചു കുട്ടികൾക്ക് വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ് കേട്ടോ. ഒത്തിരി റൈഡ്സും ഗെയിംസും എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ വീണ്ടും ആ പഴയ ബോർഡിംഗ് പോയിന്റിലേക്ക് എത്തുകയാണ്. ഇനി ഇവിടുന്ന് ഇവർ ഞങ്ങളെ ആ ബോട്ടിൽ കയറ്റി അപ്പുറത്തേക്ക് എത്തിക്കും. അടിപൊളി ട്രിപ്പ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്